Hello, my dears. We have been discussing the model question paper of Equivalency Examination 2021. In the last class, we discussed the first 18 questions. Now we have to move on to the 19th one. Okay, let's see what the 19th question is. Here, you have an instruction. That is question 19 to 25. Answer any 5 in not less than 150 words. So you have to write a short paragraph in 150 words. Each question carry 5 scores. 5 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. ഏതെങ്കിലും 5 എണ്ണം എഴുതിയാൽ മതിയെന്നാണ്. The question: elaborate the central idea of poem Remember Me. Remember Me എന്നുള്ള പോയതിൻ്റെ കേന്ദ്ര ആശയത്തെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ചോദ്യം. Answer: Remember Me, the autobiographical poem written in first person, and there is an allusion to Walker's own childhood. വാക്കേഴ്സിൻ്റെ ആലീസ് വാക്കർ അല്ലേ, അവരുടെ ജീവിതത്തിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള അല്യൂഷൻ റെഫറൻസുകളാണ് നമ്മൾ ഈ പോയത്തിൽ കാണുന്നത്. കാരണം അതൊരു ഓട്ടോബയോഗ്രഫിക്കൽ പോയാണ് അല്ലേ. ഫസ്റ്റ് പേഴ്സണിലാണ് അത് എഴുതിയിട്ടുള്ളതാകുമ്പോൾ ഐ എന്നുള്ള സബ്ജക്റ്റ് ഞാൻ എന്നാണ് ആ കവിതയിലുടനീളം കാണുന്നത്. We see the struggles and bondage of an African American woman who are treated as slaves. നമ്മൾ കാണുന്നത് സ്ട്രഗിൾസ്, കഷ്ടപ്പാടുകളാണ്, ആൻഡ് ബോണ്ടേജ്, അടിമത്തം. ആരുടെ? ഓഫ് എൻ ആഫ്രിക്കൻ വുമൻ. ആഫ്രിക്കൻ അമേരിക്കൻ വുമൻ നമുക്കറിയാം അല്ലേ. ഹു ആർ ട്രീറ്റഡ് ആസ് സ്ലേവ്, അടിമകളെ പോലെ കണക്കാക്കുന്ന ആഫ്രിക്കൻ അമേരിക്കൻ സ്ത്രീകളുടെ കഷ്ടപ്പാടുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. The girl in the poem is actually a representative of many black women whose lives are darkened by the injustice of being black and women in a world that favors white men. ഇതിലെ ആ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഒരു പ്രതിനിധിയാണ്. റെപ്രസെൻറ്റേറ്റീവ് ഓഫ് മെനി ബ്ലാക്ക് വിമൻ അല്ലേ, ഒരുപാട് കറുത്തവർഗക്കാരായ സ്ത്രീകളുടെ ഒരു പ്രതിനിധിയാണ്. അവരുടെ ജീവിതം എങ്ങനെയാണ്? ഹൂസ് ലൈവ്സ് ആർ ഡാർക്കൻഡ്, ഇരുണ്ടതാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാൽ? ബൈ ഇൻജസ്റ്റിസ് ഓഫ് ബീയിങ് ബ്ലാക്ക് ആൻഡ് വിമൻ. സ്ത്രീകളായതുകൊണ്ടും കറുത്തവർഗക്കാരായതുകൊണ്ടും അനീതിയാൽ അവരുടെ ജീവിതം ഇരുളടയപ്പെട്ടിരിക്കുകയാണ്. അവരെവിടെയാണ് ജീവിക്കുന്നത് എന്നും പറയുന്നുണ്ട്. വിമൺ ഇൻ എ വേൾഡ് ദാറ്റ് ഫേവേഴ്സ് വൈറ്റ് മെൻ. വെള്ളക്കാരായ ആണുങ്ങളുടെ മേൽക്കോയ്മയെ ഫേവർ ചെയ്യുന്ന ഒരു ലോകത്ത് ജീവിക്കുന്ന അല്ലേ, അവരെ അനുകൂലിക്കുന്ന ലോകത്ത് ജീവിക്കുന്ന കറുത്തവർഗക്കാരുടെയും സ്ത്രീകളുടെയും ജീവിതം എങ്ങനെ അനീതിയാൽ ഇരുളടയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ഇതിലെ ആ ഗേൾ എന്ന് പറയുന്നത്. This poem represents the healing of a black woman via the hope for that justice. ഈ പോയം റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? ദ ഹീലിംഗ് ഓഫ് ബ്ലാക്ക് വുമൻ. ആ ബ്ലാക്ക് വുമൻ്റെ മുറിവുകളുടെ ഹീലിംഗ്, ഭേദമാവുകയാണ്. ഏതുവഴിയാണ് അവരുടെ മുറിപ്പാടുകൾ മാറുന്നത്? ദ ഹോപ്പ് ഫോർ ദാറ്റ് ജസ്റ്റിസ്, നീതിയെക്കുറിച്ചുള്ള പ്രതീക്ഷയിൽ ആണ് അല്ലേ. എല്ലാവർക്കും പ്രതീക്ഷയാണുള്ളത്, തങ്ങളുടെ മുറിപ്പാടുകളെല്ലാം മാറുമെന്ന്. That self-healed dark woman is capable of listening to the problems of other women. സ്വയം തൻ്റെ മുറിവുകളെല്ലാം മാറ്റിയെടുത്ത ആ സ്ത്രീ, അവർക്ക് എന്തിനു സാധിക്കും? She is able to, she is capable of, she has the ability, അവർക്കതിനുള്ള കഴിവുണ്ട്. എന്തിന്? ഓഫ് ലിസണിങ് ടു ദ പ്രോബ്ലംസ് ഓഫ് അതർ വിമൻ. മറ്റുള്ള സ്ത്രീകളുടെ പ്രോബ്ലംസ് കേൾക്കാനുള്ള കഴിവ് നേടിയിരിക്കുകയാണ് സെൽഫ് ഹീൽഡായിട്ടുള്ള ഈ പോയത്തിലെ ഡാർക്ക് വുമൻ. ഷീ അഡ്രസ്സസ് ദ ഒപ്രസ്ഡ് പീപ്പിൾ ഇൻ അമേരിക്ക ആസ് എ പ്രൗഡ് സെൽഫ് എംപവേർഡ് വുമൻ. അമേരിക്കയിലെ അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളെ അഡ്രസ്സ് ചെയ്യുകയാണ്, അഭിസംബോധന ചെയ്യുകയാണ് ഈ അഭിമാനിയായ സെൽഫ് എംപവേർഡ് ആയിട്ടുള്ള സ്ത്രീ, സ്വയം ശാക്തീകരിക്കപ്പെട്ട ഈ സ്ത്രീ. ജസ്റ്റിസ് ആൻഡ് ഹോപ്പ് become interchangeably important in the survival of society that continuously struggles with the evils, racism and slavery. വർഗവിവേചനവും അടിമത്തവും, ഇത് രണ്ടുമാണ് ഈവിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്. റേസിസം, സ്ലേവറി, വർഗവിവേചനം, അതുപോലെ അടിമത്തം, ഈ രണ്ട് ഈവിൾസ്, ഈ രണ്ട് തിന്മകൾ ഇതുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൊസൈറ്റിയുടെ അതിജീവനത്തിനായി 2 കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. എന്താണ്? ജസ്റ്റിസ് ആൻഡ് ഹോപ്പ്, പ്രതീക്ഷയും അതുപോലെ നീതിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: Describe the character
of Mrs. Fitzgerald. Mrs. Fitzgerald has a vital role, means important role, to play in the development of the plot. നാടകത്തിൻ്റെ കഥയുടെ ഡെവലപ്മെൻറ്റിൽ ഫിറ്റ്ജെറാൾഡിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. ഷീ ഈസ് ദ നെയ്ബർ ഓഫ് പേഴ്സൺസ്. പേഴ്സൻ്റെ നെയ്ബറാണ് അവർ. ഷീ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ ഫോർച്യൂൺ ടെല്ലർ. ഒരു ഫോർച്യൂൺ ടെല്ലറായിട്ടാണ്, ഭാവി പറയുന്ന ആളായിട്ടാണ് അവരെ കഥയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മിസ്സിസ് ഫിറ്റ്ജെറാൾഡ് ഈസ് ഓൾഡർ ആൻഡ് ഹെവിയർ ദാൻ മിസ്സിസ് പേഴ്സൺ. ഫിറ്റ്ജെറാൾഡ് മിസ്സിസ് പേഴ്സണേക്കാൾ ഹെവിയറാണ്, തടിയൊക്കെ കൂടുതലുള്ളതാണ്, അതുപോലെ തന്നെ പ്രായത്തിലും മൂത്തതാണ്. ആൻഡ് ഹാസ് എ സ്ട്രോങ് പേഴ്സണാലിറ്റി. ഷീ ഈസ് ബോൾഡ്, ധീരയാണ്. ആൻഡ് നോസ് സം മാജിക്, ചില മാജിക്സ് ഒക്കെ അറിയാം. ഷീ ഹാസ് എ ഡീപ്പ് വോയിസ്, നല്ല ബേസ് ഉള്ള ശബ്ദമാണ്. As a true friend, she identifies and patiently hears all the problems of Mrs. Pearson. യഥാർത്ഥ സുഹൃത്ത് എന്ന നിലയ്ക്ക് മിസ്സിസ് പേഴ്സൻ്റെ എല്ലാ പ്രശ്നങ്ങളും വളരെ ക്ഷമാപൂർവ്വം കേൾക്കുന്നു, മനസ്സിലാക്കുന്നു അവർ. ഷീ ഈവൻ ഗോസ് അപ്പ് ടു എക്സ്ചേഞ്ച് ദെയർ പേഴ്സണാലിറ്റീസ്. അവരുടെ പേഴ്സണാലിറ്റീസ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാൻ പോലും അവർ തയ്യാറാകുന്നു. എന്തിനു വേണ്ടി? ടു റിഫോം ഹർ സെൽഫിഷ് ഫാമിലി. പേഴ്സൻ്റെ സ്വാർത്ഥരായ ആ കുടുംബത്തെ നേരെയാക്കാൻ. ബൈ ഓൾ മീൻസ്, എല്ലാ തരത്തിലും ഷീ ഹെൽപ്സ് മിസ്സിസ് പേഴ്സൺ. പേഴ്സണെ സഹായിക്കുന്നു. ഏൺ ദ പ്ലേസ് ആൻഡ് റെസ്പെക്റ്റ് ഷീ ഡിസേർവ്സ് ആസ് ദ വുമൻ ഓഫ് ദ ഹൗസ്. ആ കുടുംബത്തിലെ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് തനിക്ക് കിട്ടേണ്ട സ്ഥാനം, റെസ്പെക്റ്റ്, അതെല്ലാം നേടാൻ വേണ്ടി മിസ്സിസ് പേഴ്സണെ സഹായിക്കുകയാണ് എല്ലാ രീതിയിലും അവർ. Write down any two humorous situations in the play Mother's Day. Answer. The play Mother's Day contains some humorous but serious situations make the readers think and laugh. വായനക്കാരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഹ്യൂമറസ് ആയിട്ടുള്ളതും എന്നാൽ സീരിയസ് ആയിട്ടുള്ളതുമായിട്ടുള്ള സിറ്റുവേഷൻസ് ഈ കഥയിലുണ്ട്. The mother's rude response towards the orders of Cyril and Doris and their sudden shock makes us laugh. സിറിലും ഡോറിസും മക്കളാണല്ലേ. അവരുടെ അമ്മയോടുള്ള ഓർഡേഴ്സും ആ ഓർഡേഴ്സിനോട് അമ്മയുടെ പരുഷമായ മറുപടിയും എങ്ങനെയാണ് ആ മറുപടി അവരെ ഷോക്കാക്കുന്നത്, പെട്ടെന്ന് അല്ലേ, പെട്ടെന്ന് അവരെ അന്ധാളിപ്പിക്കുകയാണ്. ഇതുവരെ കാണാത്ത കേൾക്കാത്ത ഒരു മറുപടി, അത് നമ്മളെ ചിരിപ്പിക്കുന്നു. Another scene that provokes laughter is when Mrs. Pearson comments about what others think about George in the club and George's reaction to them. മറ്റൊരു സീന് നമ്മളെ ചിരിപ്പിക്കുന്നത് എന്താണ്? എപ്പോഴാണ് മിസ്സിസ് പേഴ്സൺ ആ ക്ലബിൽ വെച്ച് ജോർജിനെ കുറിച്ച് ആളുകൾ എന്താണ് പറയുന്നത് എന്ന് റെഫർ ചെയ്തപ്പോൾ, അതുപോലെ തന്നെ ജോർജിന് അതിനോടുള്ള പ്രതികരണം കണ്ടപ്പോൾ നമ്മൾ ചിരിച്ചു പോകും. മിസ്സിസ് പേഴ്സൺ റിവീൽസ് ദ മാറ്റർ. മിസ്സിസ് പേഴ്സൺ തുറന്നു പറയുകയാണ് that the club members call him, എന്താണ് അയാളെ വിളിക്കാറ്? ഓംപി പേഴ്സൺ. ഹിയറിംഗ് ദിസ് ഹി ഗെറ്റ്സ് ഷോക്ക്ഡ്. ഇത് കേൾക്കുമ്പോൾ ജോർജിന് ആകെപ്പാടെ അന്ധാളിപ്പാവുന്നു. ആൻഡ് ഗെറ്റ്സ് ഹിസ് ഡൊമിനേഷൻ ഹാമ്പേർഡ്. അയാളുടെ ആ ഒരു ഫാമിലിയിലെ അധീശത്വത്തിന്, ഡൊമിനേഷന് ചെറുതായിട്ടൊരു ക്ഷതം ഏൽക്കുകയാണ് അല്ലേ. താൻ എല്ലാമാണ് എന്നുള്ളൊരു വിചാരത്തിന് ആ കോംപ്ലക്സിൻ്റെ ഒരു ക്ഷതം ഏൽക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Cemeteries could very well be described as the silent battlefield of emotions. Discuss. പല പരീക്ഷയിലും കണ്ട ഒരു ചോദ്യമാണിത്. സെമിത്തറി എന്ന് പറയുന്നത് സൈലൻറ്റ് ബാറ്റിൽഫീൽഡ് ഓഫ് ഇമോഷൻസ് ആണ്, ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. A cemetery would always crowded by the people who came with flowers to remember the dead on the anniversary of their death. സെമിത്തറി ആളുകൾ വന്ന് നിറയുന്നത് എന്തിനാണ്? മരിച്ചവരുടെ ആനിവേഴ്സറിയിൽ ഫ്ലവേഴ്സ് അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ദ സൺ അറ്റ് ദ ടൂംബ് ഓഫ് ദ ഫാദർ അറ്റ് ദ ടൂംബ് ഓഫ് ദ സൺ അല്ലേ. മക്കൾ അച്ഛൻ്റെയും അച്ഛൻ മക്കളുടെയും അടുത്ത് വരുന്നു. ദ ലവർ ടു ഇറപ്റ്റ് ഇൻ സൈസ് ഓവർ ദ മെമ്മറീസ് ഓഫ് ഹിസ് ലവ്. ലവറാണെങ്കിൽ തൻ്റെ ലവിൻ്റെ ഓർമ്മകളിൽ നെടുവീർപ്പിടാനെത്തുന്നു. ദ ഗേൾ ടു ഓഫർ ടിയർഫുൾ ട്രിബ്യൂട്ട്സ് ടു ഹർ ബിലവഡ്. തിരിച്ചും ദ വൈഫ് വിത്ത് എ ബുക്കേ ഓഫ് ലവ് ഫോർ ദ ഡെഡ് ഹസ്ബൻഡ്. ഭാര്യ ഭർത്താവിന് വേണ്ടി. ദ ഏജ്ഡ് ഹസ്ബൻഡ് ഓഫറിങ് ഹിസ് ഹാർട്ട് അറ്റ് ദ ടൂംബ് ഓഫ് ഹിസ് ലോങ് ഡെഡ് ബിലവഡ്. മുമ്പേ മരിച്ച ഭാര്യയുടെ ശവകുടീരത്തിന് മുമ്പിൽ വിതുമ്പുന്ന ഹൃദയവുമായിട്ട് ഓഫർ ചെയ്യാൻ വന്നിരിക്കുന്നത് ഹസ്ബൻഡായിരിക്കും. ഇറ്റ് ഈസ് ദ പ്ലേസ് ഓഫ് ഡീപ് സൈസ്. നെടുവീർപ്പുകളുടെ ലോകമാണത്. Cemeteries could be described as the silent battlefield of emotions. Next.
കൺസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ ആസ് എ ഫാമിലി മാൻ. ഒരു കുടുംബസ്ഥൻ എന്നുള്ള നിലയിൽ സച്ചിൻ ടെണ്ടുൽക്കറെ പരിഗണിക്കുക. എങ്ങനെയാണ് അദ്ദേഹം കുടുംബസ്ഥനാകുന്നത്? ആൻസർ: Sachin Tendulkar, the god of cricket, is of course a family man who loves and cares his parents, brothers, wife and children. എല്ലാവരെയും ശ്രദ്ധിക്കുന്ന ഒരു ഫാമിലി മാനാണ് അല്ലേ? When he was busy with cricket, he missed a lot of precious moments with his family. ക്രിക്കറ്റുമായിട്ട് ഒരു ബിസി ലൈഫ് ലീഡ് ചെയ്യുമ്പോൾ ഒരുപാട് തൻ്റെ ഫാമിലിയെ മിസ് ചെയ്ത ആളാണ് സച്ചിൻ. He trusted his children with Anjali, his wife. തൻ്റെ ഭാര്യയായ അഞ്ജലിയെ വിശ്വസിച്ചേൽപ്പിച്ച് അവൾ എന്തായാലും നോക്കും. ട്രസ്റ്റഡ് സംവൺ എന്നാണ് പറയുന്നത് അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ചേൽപ്പിക്കുന്നതിനെയാണ് ട്രസ്റ്റഡ് സംവൺ ഓർ ട്രസ്റ്റഡ് സംതിങ് വിത്ത് സംബഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭാര്യയാണ് ഏൽപ്പിക്കുന്നത് കുട്ടികളെ. ഫ്രം ഹിസ് സ്പീച്ച്, അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ ഇറ്റ് ഇസ് എവിഡൻറ്റ് ദാറ്റ് ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ഹൗ ഹി ലവ് ദം, എങ്ങനെ അദ്ദേഹം അവരെ സ്നേഹിച്ചിരുന്നു. ആൻഡ് ഹൗ ഹി മിസ് ദം ഓൾ, എങ്ങനെ അവരെല്ലാം മിസ് ചെയ്തിരുന്നു because of his busy cricket career. He mentions and extends his gratitude from heart. അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അദ്ദേഹം പറയുന്നുമുണ്ട്. ആരോട്? ടു ഈച്ച് ആൻഡ് എവരി വൺ ഹിസ് കിത്ത് ആൻഡ് കിൻ. ഓരോരുത്തരോടും, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമൊക്കെ അദ്ദേഹം തൻ്റെ ഹൃദയം തുറന്ന് നന്ദി പറയുന്നു. ഹി പ്രോമിസസ് ഹിസ് ചിൽഡ്രൻ ദാറ്റ്, തൻ്റെ മക്കളോടൊരു പ്രോമിസ് കൊടുക്കുന്നുണ്ട്. He will spend the rest of his life with them. തൻ്റെ ശേഷിക്കുന്ന ജീവിതം അവരോടൊപ്പമായിരിക്കുമെന്ന്. By words and deeds, he is really a man who cares his family. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തൻ്റെ കുടുംബത്തെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അദ്ദേഹം. Next question. Prepare a diary entry expressing your feelings after reading the story The Gift by S.K. Pottekar. അപ്പോൾ ഗിഫ്റ്റ് വായിച്ചതിന് ശേഷം നമ്മുടെ മനസ്സിൻ്റെ ഫീലിങ്സ് ഒരു ഡയറിയിലേക്ക് പകർത്താനാണ്. ഡേറ്റ്: ഡേ. ടുഡേ ഈസ് ദ ഡേ ഓൺ വിച്ച് ഐ കുഡ് വിസിറ്റ് എ സെമിട്രി അലോങ് വിത്ത് എസ് കെ പൊറ്റക്കാർ, എ പ്രഷ്യസ് ഗിഫ്റ്റ് ടു ദ ഹോൾ ലിറ്ററേച്ചർ വേൾഡ്. ഇന്നത്തെ ദിവസം എനിക്ക് കഴിഞ്ഞു ഒരു സെമിറ്ററി വിസിറ്റ് ചെയ്യാൻ. ആരുടെ കൂടെ? എലോങ് വിത്ത് എസ് കെ പൊറ്റക്കാർ, എ പ്രഷ്യസ് ഗിഫ്റ്റ് ടു ദ ഹോൾ ലിറ്ററേച്ചർ വേൾഡ്. മുഴുവൻ സാഹിത്യ ലോകത്തിനും കിട്ടിയ ഒരു വിലപിടിച്ച ഗിഫ്റ്റായിട്ടുള്ള എസ് കെ പൊറ്റക്കാടിൻ്റെ കൂടെ ഒരു സെമിത്തേരി വിസിറ്റ് ചെയ്യാൻ എനിക്കിന്ന് സാധിച്ചു. ഹിസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സെമിട്രി ഇൻ ദ ഗിഫ്റ്റ് മെയ്ഡ് മീ തിങ്ക് ഹൗ ഡെത്ത് ക്യാൻ മേക്ക് വൺ ഇമോർട്ടൽ ആൻഡ് എവർ യങ്. ഗിഫ്റ്റ് വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്നെ ചിന്തിപ്പിച്ചു, എങ്ങനെയാണ് മരണം ഒരാളെ ഇമ്മോർട്ടലാക്കുന്നത്, അല്ലെ, അനശ്വരനാക്കുന്നത്, അതുപോലെ തന്നെ എവർ യങ്, എന്നും ചെറുപ്പമായി നിലനിർത്തുന്നത് എന്ന്. The bridal room of death attracted me only to visit the place. ആ മരണത്തിൻ്റെ മണിയറ എനിക്കിഷ്ടപ്പെട്ടു, അതെന്നെ അട്രാക്റ്റ് ചെയ്തു. പക്ഷേ ഓൺലി ടു വിസിറ്റ് ദ പ്ലേസ്, ആ പ്ലേസ് വിസിറ്റ് ചെയ്യാൻ മാത്രം. നോട്ട് ടു റിമെയിൻ ആസ് എ ടോം സ്റ്റോണ്ടർ, ഒരു ശവകുടീരമായിട്ട് മാറാനല്ല. ഈവൻ വെൻ എവരി വൺ നോസ് ദ ഇൻഎവിറ്റബിലിറ്റി ഓഫ് ഡെത്ത്, പീപ്പിൾ റെയർലി തിങ്ക് അബൌട്ട് ഇറ്റ്. എല്ലാവർക്കും അറിയാം മരണം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്, എന്നാലും ജനങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല. ഐ ലവ് ദ ഓതേഴ്സ് എക്സ്പ്രഷൻ, ഓതറിൻ്റെ എക്സ്പ്രഷനായിട്ടുള്ള സൈലൻറ്റ് ബാറ്റിൽ ഫീൽഡ് ഓഫ് ഇമോഷൻ, അതെന്നെ വളരെ ആകർഷിച്ചു. എ ബാറ്റിൽ വാസ് ടേക്കിംഗ് പ്ലേസ് ഇൻ മൈ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിൽ ഒരു യുദ്ധം നടക്കുകയായിരുന്നു. ഏത് സമയത്ത്? വെൻ ഐ ഫെൽറ്റ് the affection of an old couple who placed a bouquet and a toy plane at the head of the tomb of their son who had died 35 years ago when he was 9. എപ്പോഴാണ് എൻ്റെ ഹൃദയം അങ്ങനെ യുദ്ധഭൂമി പോലെ ആയത്? എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയപ്പോൾ എന്താണ് ഞാൻ ഫീൽ ചെയ്തത്? ദ അഫെക്ഷൻ ഓഫ് ആൻ ഓൾഡ് കപ്പിൾ, ആ വൃദ്ധ ദമ്പതികളുടെ അഫെക്ഷൻ കണ്ടിട്ട് അവരെന്താണ് ചെയ്യുന്നത്? ഹു പ്ലേസ്ഡ് എ ബൂക്കേ ആൻഡ് എ ടോയ് പ്ലെയിൻ, ഒരു ബൊക്കയും അതുപോലെ തന്നെ ഒരു കളിപ്പാട്ടമായിട്ടുള്ള പ്ലെയിനും ഇവിടെ വയ്ക്കുന്നു. ദ ഹെഡ് ഓഫ് ടൂംബ് ഓഫ് ദെയർ സൺ ഹു ഹാഡ് ഡൈഡ് 35 years ago when he was 9. 35 വർഷം മുമ്പ് 9 വയസ്സുള്ളപ്പോൾ മരിച്ച തൻ്റെ മകൻ്റെ, അല്ലെങ്കിൽ തങ്ങളുടെ മകൻ്റെ ടൂം സ്റ്റോണിൻ്റെ തലയ്ക്കൽ ഇത് രണ്ടും വെച്ച, അതായത് പ്ലെയിനും ബൂക്കയും വെച്ച ആ വൃദ്ധ ദമ്പതികളുടെ അഫെക്ഷൻ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. I conclude this diary by shedding a drop of my eyes. ഒരു തുള്ളി കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഡയറി കൺക്ലൂഡ് ചെയ്യുന്നു. സാറ. നെക്സ്റ്റ്.
The Arts and Sports Club in your locality enacts the play Mother's Day as part of annual day celebrations. Prepare a script for the announcement that you would make before the commencement of the play. ആനുവൽ ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഒരു നാടകം അരങ്ങേറുകയാണ് അല്ലേ. അപ്പോൾ അതിനു മുമ്പായിട്ടൊരു അനൗൺസ്മെൻറ്റ് നടത്തണം. ആ നാടകം മദേഴ്സ് ഡേ ആണ്. മദേഴ്സ് ഡേ അരങ്ങേറാൻ പോകുന്നു. അതിനു മുമ്പ് അതിനെക്കുറിച്ചൊരു അനൗൺസ്മെൻറ്റ് നടത്തണം. അനൗൺസ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊരു അനൗൺസ്മെൻറ്റിലും പറയാവുന്ന ഒരു അഡ്രസ്സിങ് ഇതാണ്. ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ. നൗ ഈസ് ദ മൊമെൻറ്റ് വി ഓൾ ഹാവ് ബീൻ ഈഗർലി വെയിറ്റിംഗ് ഫോർ. നമ്മൾ അത്യധികം കാത്തിരുന്ന നിമിഷം സമാഗതമായിരിക്കുന്നു. This fine evening, when the nature is getting darker, you are here to enjoy the family drama Mother's Day, based on J.B. Priestley's play. J.B. പ്രീസ്ലിയുടെ നാടകത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മദേഴ്സ് ഡേ എന്നുള്ള ഡ്രാമ നിങ്ങൾ എൻജോയ് ചെയ്യാൻ വന്നിരിക്കുന്നു ഈ സായാഹ്നത്തിൽ. പ്രകൃതി ഇരുണ്ടു തുടങ്ങുമ്പോൾ. ഇറ്റ്സ് ഹ്യൂമർ ഈസ് തോട്ട് പ്രൊവോക്കിംഗ്. ഇതിലെ നർമ്മങ്ങൾ എല്ലാം ചിന്തോദ്ദീപകങ്ങളാണ്, ചിന്തയെ സ്വാധീനിക്കുന്നതാണ്. മെൻ വിൽ ഇൻട്രോസ്പെക്റ്റ്. ആണുങ്ങളാണെങ്കിൽ ആത്മപരിശോധന നടത്തും. പെണ്ണുങ്ങളാണെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യും. തിങ്കിങ് ഹൗ ദെയർ ലൈവ്സ് ആർ ഗോയിങ് ഓൺ ലൈക്ക്. എന്ത് ചിന്തിച്ചുകൊണ്ട് എങ്ങനെയാണ് തങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് എന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യാൻ ഇരു കൂട്ടരും സാധിക്കും. ദിസ് ഈസ് ഓൾ അബൌട്ട് ലൈഫ്. ജീവിതത്തെക്കുറിച്ചാണിത്. വി ഹാവ് അവർ ആക്ടേഴ്സ് ഓൺ സ്റ്റേജ് ടു മേക്ക് യു എൻ്റർടൈൻഡ്. നമ്മുടെ ആക്ടേഴ്സ് എല്ലാം സ്റ്റേജിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാനുണ്ട്. ലെറ്റ്സ് സപ്പോർട്ട് ദം. നമുക്കവരെ സപ്പോർട്ട് ചെയ്യാം. ക്ലാപ്സ് ആൻഡ് പ്ലസൻറ്റ് അപ്രോച്ച് വിൽ എലിവേറ്റ് ദെയർ സ്പിരിറ്റ്സ്. അവരെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി നിങ്ങൾ കൈയടിക്കുക, പ്രോത്സാഹിപ്പിക്കുക. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. So here we discussed all the short paragraph questions that appeared in the model question paper, and we will have more on the way. Goodbye for now. Thank you. Have a nice day.